എഗ്ഗ് ലബാബാണ് ഉണ്ടാക്കുന്നത്. അതിന് ആദ്യമായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടാവുമ്പോൾ കറുകപ്പട്ട, ഗ്രാമ്പു, ഏലക്കായ, പട്ടയില, പെരുംജീരകം ഇട്ട് നന്നായി മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി, അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. സവാള നന്നായിട്ട് വഴറ്റി വരാൻ വേണ്ടി. നന്നായി വഴറ്റി വന്നതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് നന്നായിട്ട് വഴറ്റുക. ജീരകം പൊടിച്ചത്, കുരുമുളക് പൊടി, ഗരം മസാല ഇട്ട് നന്നായി വഴറ്റി കൊടുക്കുക. 4 തക്കാളി അരിഞ്ഞതും 20 അണ്ടിപ്പരിപ്പും ചേർത്ത് നന്നായിട്ട് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കുക. അരച്ചെടുത്ത കൂട്ട് സവാള വഴറ്റിയതിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാർ കഴുകി വെള്ളം ചേർത്ത് ഒന്നും കൂടിയും നന്നായിട്ട് മിക്സ് ചെയ്യുക. പച്ചമണം മാറുന്ന വരെ വേവിച്ചെടുക്കുക. അടച്ചു വെച്ച് വേവിക്കുക. വെന്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ഇട്ട് കൊടുക്കുക. മല്ലിയില ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുക. 4 മുട്ടയാണ് ഇവിടെ പൊട്ടിച്ചൊഴിക്കുന്നത്. മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം 10 മിനിറ്റ് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇത് വെന്തതിന് ശേഷം ഈ കറി ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനും ചപ്പാത്തി, പൊറോട്ട, പൂരി കൂടെ കൂട്ടി കഴിക്കാനും വളരെ ടേസ്റ്റാണ്.